ഞാൻ നിൽക്കുന്നത് ശ്രീകാര്യം ചെമ്പഴന്തിക്ക് സമീപമായിട്ടാണ്. ഇവിടെ മെയിൻ റോഡിൽ നിന്ന് 400 മീറ്റർ മാറി നല്ലൊരു യൂസ്ഡ് വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഫാസ് അഞ്ഞാറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു വീട് വന്നിരിക്കുന്നത് 10 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ്. കൂടാതെ തന്നെ 3 BHK വീടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചെമ്പഴന്തി അണിയൂർ മെയിൻ റോഡിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക്. കൂടാതെ തന്നെ നമുക്ക് ചെമ്പഴന്തി, അതുപോലെ തന്നെ ചേങ്കോട്ടുകോണം, അതുപോലെ തന്നെ ടെക്നോ പാർക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് എല്ലാം വളരെയധികം അക്സസിബിലിറ്റി ഉള്ളൊരു ഏരിയ കൂടിയാണ് നമ്മുടെ വീട് നിൽക്കുന്ന ഈ ഒരു ഏരിയ. കൂടാതെ തന്നെ നമുക്ക് വിശാലമായ നല്ലൊരു 10 സെന്റ് അടങ്ങിയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു 4-5 വലിയ വണ്ടികൾക്കെല്ലാം ഇടാൻ കഴിയുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. അതും നമുക്ക് നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഇത്ര ഏരിയ ഉള്ള സ്ഥലം ലഭിക്കുന്നത്. നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ 5-6 വലിയ വണ്ടികൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയും. ഒത്തിരി പേര് നമുക്ക് ഒരു 8-10 സെന്റിൽ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിട്ടുള്ള വീട് നോക്കി നടക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. കൂടാതെ തന്നെ നമുക്ക് ഒരു 10 സെന്റ് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് ഒരു 8 സെന്റ് കൂടി ഒരു പ്ലോട്ട് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു 8 സെന്റ് കൂടി ടോട്ടലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് 8 സെന്റും കൂടെ ചേർക്കാം. നമുക്ക് ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോറി സൈറ്റാണ്. വലിയ വണ്ടി ആയാലും കയറാൻ കഴിയുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ശ്രീകാര്യം, അതുപോലെ തന്നെ ചെമ്പഴന്തി, ചെങ്കോട്ടുകോണം, കാര്യവട്ടം, അതുപോലെ തന്നെ കഴക്കൂട്ടം എന്നീ ഭാഗങ്ങളിലേക്ക് എല്ലാം എത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ എല്ലാം ജോലി നോക്കുന്നവരായാലും അതുപോലെ തന്നെ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് പോകുന്നവരായാലും എല്ലാവർക്കും നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് പോകാൻ വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ 1500 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള വീട്. കൂടാതെ തന്നെ നമുക്ക് 3 BHK ഹൗസാണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമുമാണ് വരുന്നത് നമുക്ക് ഈ ഒരു വീടിന്. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. വളരെ നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഏരിയ കൂടി നമുക്ക് ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. വളരെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് ഭാഗത്ത് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഡോർ ചെയ്തിരിക്കുന്നത് പ്ലാവിന്റെ തടിയിലാണ്. ഡബിൾ ഡോറാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഹാള് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു TV യൂണിറ്റ് വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് TV യൂണിറ്റിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കാണാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്.
കൂടാതെ തന്നെ നമുക്ക് ലിവിങ് ഏരിയ എന്ന് പറയുന്നത് നല്ല ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു തടിയിൽ തീർത്തിട്ടുള്ള നമുക്കൊരു അലമാര കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇവിടെയും നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജ് ഏരിയ കൂടി നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ മുഴുവൻ ഫർണിച്ചറും തടിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ 2 അലമാര ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു കൂളർ, അതുപോലെ തന്നെ നമുക്കൊരു ഫാന്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു റൂമിന് വരുന്നു. ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിന് ലഭിക്കുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് വരുമ്പോൾ ഉള്ള 2ാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കൂടി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഈ ഒരു വീടിനും അതുപോലെ തന്നെ ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു കോമൺ ബാത്റൂം കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു സ്പേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു കിച്ചൺ സെറ്റിലേക്കാണ് വരുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കൊരു കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന നല്ലൊരു ഏരിയ കൂടി തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്പേസ്, നല്ലൊരു ഏരിയ കൂടി വരുന്നു. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഏരിയ കൂടി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലോസ് കിച്ചൺ ആയിട്ടാണ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓപ്പൺ കിച്ചണാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ കിച്ചൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ മറവ് ചെയ്തുകൊണ്ട് ഒരു അലമാരയുടെ ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കട്ട് ചെയ്താൽ നമുക്ക് ഓപ്പൺ കിച്ചൺ ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് കഴിയും.
നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു ഹാളിന്റെ ഏരിയയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു മുകൾ ഭാഗത്തെ ബെഡ്റൂം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് ഈ ഒരു മുകൾ ഭാഗത്ത്. ടോട്ടലായിട്ട് ഒരു ഹാള്, അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം, ഇത്രയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രില്ല് കാര്യങ്ങളൊക്കെ എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. കുട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഴാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി ആയിട്ടാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി റൂമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു റൂമിന് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നല്ല രീതിയിലുള്ളൊരു കളറാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു 4 ഡോറിന്റെ ഒരു അലമാര കൂടിയത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് അതിവിശാലമായിട്ടുള്ള നല്ലൊരു ബാത്റൂമിന്റെ ഏരിയ കൂടി ഉണ്ട് കേട്ടോ. ഇത് നോക്കി അത്രയും നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാത്ത് ടപ്പ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്കിവിടെ കിടന്ന് കുളിക്കാൻ കഴിയുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു വാഷിംഗ് മെഷീന്റെ ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു ഹാളിൽ നിന്ന് ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഒരു സ്റ്റോർ റൂം സ്പേസ് കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോൾ, മുകൾ ഭാഗത്തെ ഹാളിൽ നിന്ന് കയറുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു വാഷിംഗ് മെഷീൻ വെക്കാൻ കഴിയുന്ന ഒരു ഏരിയ കൂടിയും വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് തുണി കാര്യങ്ങളൊക്കെ എല്ലാം വിരിക്കുന്നതിനുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ, അതായത് മുകൾ ഭാഗത്തെ ഹാളിൽ നിന്ന് നമുക്ക് ഈ ഒരു പുറത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള നല്ല ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ എല്ലാം നടത്തുന്നതിനെല്ലാം വളരെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കുന്നതിനുള്ള സ്ഥലം കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇത് മുകൾ ഭാഗത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലോസ്ഡ് ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാനായിട്ട് കഴിയും.
എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.